ജെ ജോസഫ് തൊടുപുഴക്കാർക്ക് എങ്ങനെ പ്രിയപ്പെട്ടവനായി, അതെങ്ങനെയെന്ന് അവർ സ്വയം ചോദിച്ചു തുടങ്ങിയാൽ ജെ ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു തുടങ്ങിയിടത്തു നിന്നും ജെ ജോസഫ് എന്ന ആളുടെ ഗ്രേസ് മാർക്ക് താഴേക്ക് വന്നു തുടങ്ങും. അദ്ദേഹത്തിന്റെ ഒരു ഗ്രേഡ് താഴേക്ക് വന്നു തുടങ്ങും. ജെ ജോസഫ് എന്ന് പറയുന്നൊരു പ്രതിബിംബമാണ്. അദ്ദേഹത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കാണ് ജെ ജോസഫ് സാർ. അദ്ദേഹം തൊടുപുഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കേരള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, വലിയ നേതാക്കന്മാരുണ്ട്. PC തോമസ്, ജോണി നെല്ലൂര്, സജി മഞ്ഞക്കടമ്പിൽ, ഇപ്പൊ ഈ അടുത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോയിട്ടുള്ള ആളുകൾ, തോമസ് ഉണ്ണിയാടന്, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ആ ഒരു നിരയിൽ തന്നെ ഉണ്ട്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജെ അഗസ്റ്റിൻ, ഇങ്ങനെ ഒരുപാട് വലിയ നേതാക്കന്മാർ ജെ ജോസഫിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഇവരെയൊക്കെ സംരക്ഷിക്കാനോ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻസ് നൽകാനോ അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ നൽകാനോ ജെ ജോസഫ് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഈ ജെ ജോസഫ് ഏതെങ്കിലും ഒക്കെ തരത്തില് സംയുക്ത കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ആയിട്ട് മാറിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കേരള കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും അവസ്ഥ എന്താകുമായിരുന്നു?